വക്കോളം നിറയ്ക്കുക. ഫിൽ ദ വെസൽസ് ടു ദ ബ്രിം. പാത്രം നിറയ്ക്കണം. പാത്രം നിറച്ചേ പറ്റത്തുള്ളൂ. പാത്രം മുഴുവനും ദൈവം പറയുന്ന കാര്യം കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ് നമ്മൾ. ദൈവത്തിൻ്റെ ആത്മാവിലിരിക്കുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം ഒരു പ്രതിഫലമുണ്ട്. ജീവൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അത് നമ്മൾ ദിനംപ്രതി ദൈവാത്മാവിൽ നിർബന്ധ ബുദ്ധിയോടെ കടന്നു ചെല്ലണം. നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴേ പലരും പറയാണ്ട് 7 മണിക്ക് എൻ്റെ വചനം കടന്നു വരുന്നുണ്ട്, ഞാൻ ഈ അയക്കുന്ന വചനം. എന്നെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചിട്ട് തന്നെയാണിത് പറയിപ്പിക്കുന്നത്. എളുപ്പമുള്ളതല്ല എനിക്ക്, പക്ഷെ എന്നാൽ ഞാൻ പറയുകയാണ്. അനേക മക്കൾക്ക് ഇത് പ്രയോജനമാകുക തന്നെയല്ല, ഇത് അനേക ഭവനങ്ങളിൽ ചെല്ലുമ്പം പരിശുദ്ധാത്മാവ് അത് ഏറ്റെടുക്കുന്നതായിട്ടും അതിലൊരു പ്രതിഫലം ഉണ്ട്. എനിക്ക് നിർബന്ധമായിട്ട് അറിയാവുന്ന ചില സത്യങ്ങൾ ഞാൻ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ മാറി മാറി ദൈവം താമസിപ്പിക്കും. അത് ദൈവത്തിന് ഇത്രയും നാൾ ഒരു സ്ഥലത്ത് അധികം നാൾ ഒരു 7 വർഷം നിന്ന് അവിടെ നിന്ന് ഉടനെ മാറി. 7 വർഷത്തിൽ കൂടെ ഒരു സ്ഥലത്ത് നിന്നിട്ടില്ല. പക്ഷെ എവിടെയെല്ലാം ഞാൻ കാലുകുത്തി താമസിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ചുറ്റുപാടും വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. അതും ട്രിമെൻഡസ് ഡിഫറൻസ്. അപ്പം മിക്കപ്പോഴും ഞാൻ കാണുന്നത്, ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ എൻ്റെ വീടിന് മുമ്പിൽ വഴി കാണത്തില്ല. പക്ഷെ ഞാൻ ചെന്ന് ഒരാഴ്ചക്കകം അവിടെ വഴി വരും. അത് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തതയാണ്. അപ്പോൾ വഴിയില്ലാത്തടത്ത് വഴി വെട്ടിത്തരുന്ന ഒരു ദൈവം എൻ്റെ മുമ്പേ വരുന്നുണ്ട്. അതുകൊണ്ട് വചനം അയക്കുമ്പം വഴി വെട്ടി തുറക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. വക്കോളം നിറയ്ക്കുക. ദൈവം നല്ലവനാണ്. ദൈവത്തിന് മുമ്പിൽ ഒന്നിനും അസാധ്യമായിട്ടൊരു കാര്യമില്ല. അയ്യോ എൻ്റെ ഭാരം വലുതാണെന്ന് ചിന്തിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഭാരം വലുതാണെങ്കിൽ ഉത്തരവും വലുതാണ്, പ്രയാസം വലുതാണെങ്കിൽ അനുഗ്രഹവും വലുതാണ്. നിൻ്റെ മക്കളെ വഴിതെറ്റി നടക്കുന്നെങ്കിൽ അവരുടെ തിരിച്ചുവരവായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മടുത്തുകൂടാതെ പ്രാർത്ഥിച്ചോണം. ആരെന്ത് പറഞ്ഞാലും ഈ നെഗറ്റീവായിട്ട് നിൻ്റെ മകന് ചൊവ്വാകാൻ പോകുന്നില്ല, അതിനെ മേലെഴുത്തെഴുതണം. അതിൻ്റെ മേലെ അത് മറിച്ച് ദൂരെ കളഞ്ഞേച്ച് ആര് പറഞ്ഞു എൻ്റെ മകൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ, എൻ്റെ മകള് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവള് തന്നെ, എൻ്റെ യൗവനത്തിൻ്റെ എൻ്റെ ബലത്തിൻ്റെയും ദൈവം തന്ന മകനെ എൻ്റെ ഉദരഫലം യഹോവയ്ക്കുള്ളത് തന്നെ, എൻ്റെ മക്കൾ യഹോവയുടെ അനുഗ്രഹം തന്നെ, അവർ യഹോവയാൽ നിയോഗിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കുന്നവർ. യഹോവയുടെ ആത്മാവ് തന്നെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും യഹോവാഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിൽ അവർ നിറഞ്ഞിരിക്കുന്നു. യെശയ്യാ 11:2, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:17-20. ഇതൊക്കെ നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞു. സങ്കീർത്തനം 1. ചിലർ ചോദിക്കും, ആൻറ്റി വചനം അയച്ചത് ഏത് വെച്ചാൽ എന്ന്. ഇതെല്ലാം ഞാൻ അയക്കുന്നത്. ഇപ്പം ഞാൻ ആരും ചോദിച്ചാലും പറയത്തില്ല. കാരണം എന്ന് ഈ വചനങ്ങൾ ആത്മാവിൽ അനുഗ്രഹത്തിൻ്റെ വചനമാണ് പറഞ്ഞയക്കുന്നത്. അതെടുത്ത് പല പ്രാവശ്യം കേട്ടാൽ തന്നെ ഒരു ദിവസത്തിൻ്റെ വിജയത്തിന് ഒത്തിരി വേണ്ട. ഒരു ദിവസത്തിൻ്റെ വിജയത്തിന് ഒരു വചനം മതി ചിലപ്പം. അത് ദിനംപ്രതി ഞാൻ അയക്കുന്നതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെയും ഞാൻ അയച്ചു തരാൻ പറഞ്ഞ് ഞാനിപ്പോൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. കാരണം എന്ന് ഈ വചനം ഏതെങ്കിലും ഒരെണ്ണെടുത്ത് കണ്ടാൽ അതിനകത്തുനിന്ന് നിങ്ങൾക്കുള്ളത് പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കൊന്നത് നേരമില്ല പലരുടെ കാര്യങ്ങൾക്കൊന്നും. ഈ ചിലപ്പോഴൊക്കെ ചിലർ പ്രാർത്ഥന റിക്വസ്റ്റ് അയക്കുമ്പോൾ എടുക്കാൻ സമയമുള്ളപ്പോഴാണ് ഞാൻ എടുക്കും. അന്നേരം തന്നെ ഞാനങ്ങ് പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരണം പിന്നോട്ട് വെച്ചിട്ട് കാര്യമില്ല. ദൈവം പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അപ്പോൾ ഞാൻ സ്വർഗം തുറന്നു വെച്ചിരിക്കുകയല്ലേ. ദൈവം നമ്മുടെ ഉള്ളിലല്ലേ വസിക്കുന്നത്. ആ ഒരു ചിന്തയിൽ നമ്മൾ അനേകരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ അതിനുവേണ്ടി വീണ്ടും പ്രാർത്ഥനയ്ക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഗതികെട്ട സമയത്തായിരിക്കണം ചിലപ്പം നമ്മളെ വിളിക്കുന്നത്. ഒരു പ്രാർത്ഥന മതിയായിരിക്കും. പ്രാർത്ഥിക്കുക. മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ പലരും എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എന്ന് പലരും പ്രാർത്ഥനയ്ക്ക്. ഞാൻ പറയട്ടെ, കർത്താവ് പറയുന്നു 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് പ്രാർത്ഥിച്ചാലും അതിൽ നീ പാപിയാന്നോ പാപിയല്ലാന്നോ ദൈവം പറയുന്നില്ലല്ലോ. നിനക്ക് പ്രാർത്ഥനയുടെ ശൈലി അറിയാമോ ഇല്ലെന്ന് ചോദിക്കുന്നില്ലല്ലോ. 2 പേര് ഒരു കാര്യത്തിന് വേണ്ടി ഐക്യത വരണമെങ്കിൽ കമ്പാഷനേറ്റ് ഹാർട്ട് വേണം. അയ്യോ അവരൊരു കഷ്ടത്തിൽ കൂടെ പോവുക, ഞാൻ അവരുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അതുകൊണ്ടൊന്നും നഷ്ടം വരുന്നില്ലല്ലോ. അത് നമ്മുടെ മിടുക്കല്ല, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ. 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടന്നിരിക്കുന്നു. അപ്പോൾ എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയും, 2 പേർ ഐക്യമത്യപ്പെട്ട് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഐക്യമത്യപ്പെടുന്നു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അത് നടന്നേ പറ്റൂ. കാരണം ദൈവിക പ്രിൻസിപ്പിളിൽ നടക്കണം. അത് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് തീർത്തും ദൈവവചനത്തിന് തെറ്റാണ്.
അപ്പോൾ എവിടെയോ ദൈവത്തിന് വേറെന്തോ പ്ലാനുണ്ട് അങ്ങനെയാണെങ്കിൽ. പക്ഷെ ദൈവം നടത്തുന്നവനാണ്. അപ്പം വക്കോളം നിറയ്ക്കാൻ പറയുമ്പം കാനാവിലെ കല്യാണത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ആ ഭാഗം എടുത്ത് അവിടെ മാത്രം വായിക്കുകയാണ്. യോഹന്നാൻ്റെ ഒരു സുവിശേഷത്തിന് അത് 2-ാം അധ്യായത്തിൽ 3-ാം നാൾ ഗലീലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാർ കല്യാണത്തിന് ക്ഷണി. അപ്പോൾ യേശുവും ശിഷ്യന്മാർ കടന്നു വന്ന കല്യാണം. അവിടെയൊന്നും വലിയ ബഹളമോ വലിയതായിട്ടുള്ള മ്ലേച്ഛതയോ കള്ളുകുടിയോ ഒന്നും അല്ല. എന്നാൽ വീഞ്ഞു കുടിക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ട് ഇവിടെ. ചിലർ പറയും മുന്തിരിയുടെ ചാറ്. അങ്ങനെയല്ലല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചതൊന്നും തിന്മയായിട്ടല്ല സൃഷ്ടിച്ചത്. അതിൻ്റെ പരിധിക്കനുസരിച്ച്, അതായത് അത് ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിച്ച്. സ്നേഹം വിശുദ്ധമാണ്. അത് വിശുദ്ധമായിട്ട് ഉപയോഗിച്ച് അത് ശരിയാണ്. സ്നേഹം അവിശുദ്ധമാകുമ്പോൾ അത് ലസ്റ്റായി മാറും. പണം ആവശ്യമുണ്ട്, പണം ഇല്ലാതെ ജീവിക്കാൻ. പണം കൂടുതൽ വേണമെന്ന് ആഗ്രഹം വരുമ്പോൾ അവിടെ ഗ്രീഡ് വരും, അവിടെ അത്യാഗ്രഹം വരും. അത് പല ദോഷത്തിനും കാര്യം. അപ്പോൾ എല്ലാത്തിനും ആ ബാലൻസിൽ കാണണമെങ്കിൽ ആ നീതിസൂര്യനായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കറക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഇന്നലെ പഠിച്ചോണ്ട് ഞാൻ ഇന്ന് നല്ലതാകുമെന്ന് പറയാൻ ഒക്കൂല. എന്നും മരിക്കുന്ന നിമിഷം വരെ 90 ചില്ലുവാനും വയസ്സുള്ള ഒരു അപ്പച്ചൻ അവരുടെ മരുമോളോട് എപ്പോഴും പറയായിരുന്നു, എൻ്റെ വചനം കേൾക്കുമ്പോൾ. അന്ന് ഞാൻ പവർ വിഷനകത്താണ് പറഞ്ഞുകൊണ്ട്. അപ്പച്ചൻ ആ വചനം കേൾക്കാതെ ഉറങ്ങത്തില്ലെന്ന് പറയും. കാരണം എന്താ? പരിശുദ്ധാത്മാവ് അതിൽ കൂടെ പ്രവർത്തിക്കുന്നു. ആ അപ്പച്ചനെ പറ്റിയ വചനമായിരിക്കണം എന്നിൽ നിന്ന് ദൈവം കേൾപ്പിച്ചത്. അപ്പം ദൈവത്തിനറിയാം ആർക്കാണ് വേണ്ടത് ആർക്കാണ് വേണ്ടാത്തതെന്ന്. ദൈവത്തിൻ്റെ വചനം ഇരുവാൾത്തടയുള്ള വാളാണ്, അത് ചെന്ന് പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുന്നു. അപ്പം നമ്മൾ പറയുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ കല്യാണത്തിന് വീഞ്ഞ് തീരുന്ന ഒരവസ്ഥയാണ്. ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ, ജീവിതത്തിൻ്റെ ദൈവകൃപകൾ, ദൈവത്തിന് നമ്മുടെ മക്കൾക്ക് വേണ്ടതായ ആവശ്യങ്ങൾ, അവരുടെ വിവാഹ ജീവിതം, അവരുടെ മക്കൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, മച്ചിയായ അവസ്ഥ ഒക്കെ പോരായ്മകളല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ? യേശു അവളോട് അമ്മ വന്ന് പറയുന്നു ഇവർക്ക് വീഞ്ഞില്ലെന്ന്. ഒരമ്മ വേണം ഏതൊരു കാര്യത്തിന്. അമ്മയില്ലാത്ത ഭവനങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്ത്രീകൾ നല്ല സ്ത്രീകൾ എന്തോ ഒരു വിളക്കില്ലാത്ത പോലല്ലേ. അത് തന്നെ ഭർത്താക്കന്മാരും നല്ലവരാണെങ്കിൽ. അല്ലാത്തവരും ദൈവം മാനിപ്പിക്കുന്നു, അത് വേറെ കാര്യം. പക്ഷേ പ്രായം ചെല്ലും തോറും, പ്രായം കൂടും തോറും പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണ് ജീവിക്കുന്നതെങ്കിൽ അവരിയ്ക്കുന്നിടത്ത് ഐശ്വര്യം കടന്നു വരും, നിശ്ചയം. അത് സംശയമില്ല. അല്ല, അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്മ പറയുന്ന പോലെ നമ്മളത് കണ്ടുപിടിക്കും. ഇവിടെ ഈ കുറവുണ്ട്. നമ്മൾ കുറവ് കണ്ടുപിടിക്കുന്നതിൽ ഏറ്റവും മിടുക്കൊരു സ്ത്രീകൾ തന്നെയാണ്. ഞാൻ ഈ വീട്ടിലെ എല്ലാ ബലഹീനതയും ഞാനാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ അവർക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പം പറച്ചിലൊക്കെ നിർത്തി. ഇപ്പോൾ പറയുന്നതിന് പകരം ദൈവസന്നിധിയിൽ പറയുകയാണ്, കർത്താവ് ഈ ഒരു കാര്യത്തിൽ നിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. നമ്മൾ പല കുടുംബങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും അവരുടെ ബലഹീനത ദൈവം കാണിച്ചു തരുമ്പം അവരോട് പറഞ്ഞ് അതിൻ്റെ ബലഹീനത മേലെഴുത്ത് മാറ്റി എഴുതി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും. അത്രേ ചെയ്യാൻ ദൈവം പറയുന്നുള്ളൂ. നമ്മൾ ദൈവമൊന്നും ആകണ്ട. പക്ഷെ ദൈവം പറയുന്നത് വിശ്വസിച്ച് പറഞ്ഞ് കൊടുത്താൽ അവരത് ഏറ്റെടുത്തോളും, ദൈവം പ്രവർത്തിക്കും. ഇവിടെ മാതാവ് വീഞ്ഞ് കൊണ്ടുപോകാമെന്നും വെള്ളം കൊണ്ടുവരാമെന്നും ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? മാതാവ് യേശുവിനോട് പറഞ്ഞു ഇവർക്ക് വീഞ്ഞ് തീർന്നിരിക്കുന്നു. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട് എന്താണ് സ്ത്രീ എന്നുള്ളത് ബഹുമാനത്തോട് തന്നെയാണ് പറയുന്നത്, അല്ലാതെ അവഹേളിച്ചൊന്നുമല്ല. സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നമ്മൾ ആത്മാവിൽ കാണണം. പുത്രനെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച ഒരു വ്യക്തിയാണ് കന്യകമറിയം. അല്ലാതെ അമ്മയും മകനുമായിട്ടുള്ള ബന്ധമൊക്കെ ആ ക്രൂശമരണത്തിൻ്റെ സമയത്ത് നമ്മൾ കാണുമ്പോൾ ആത്മാവിൻ്റെ ഐക്യത എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ ചുമ്മാ അവഹേളിച്ച് പറയുമ്പോൾ സൂക്ഷിച്ചു വേണം ഓരോന്ന് പറയാൻ. അപ്പോൾ യേശു അവളോട് സ്ത്രീ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല. അന്ന് അമ്മ ഒന്നും പറഞ്ഞില്ല, തിരിച്ചും പറഞ്ഞില്ല. അമ്മ ശുശ്രൂഷക്കാരോട് പറഞ്ഞു അവൻ എന്ത് പറയുന്നു അത് ഞങ്ങൾ ചെയ്യും. എനിക്കറിയാം എൻ്റെ മകനെ, ഞാനും അതാ പറയുന്നു. ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ പറയും എനിക്കറിയാം എൻ്റെ മക്കളെ, അവരെ ഇവിടം വരെ പോകുമെന്നും എന്തുവരെ നിർത്തുമെന്നും എൻ്റെ ദൈവം അറിയാതെ ഒരിഞ്ച് പോകൂല.
എൻ്റെ ഭവനത്തിൽ എന്ത് സംഭവിക്കണമെന്ന്. പണ്ട് കാലം നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് അറിയത്തില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലും വന്ന് ഞാൻ പറയും, എന്നോട് പറയാതെ ദൈവം ഒന്നും ചെയ്യുകയില്ല എന്ന് ഞാൻ പറയും. എന്നോട് ദൈവം പറയാതെ ഒന്നും ചെയ്യത്തില്ല. കാരണം തൻ്റെ വിശുദ്ധന്മാരോട് സംസാരിച്ചിട്ടല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. സോദോം ഗോമോറ നശിപ്പിക്കാൻ നേരത്ത് പോയപ്പോൾ പോലും കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിനോട് പറയാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ സംസാരിക്കുന്നില്ലേ? സമയമെടുത്ത് ഇരിക്കുക. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ സ്ത്രീകളും ഓരോ ദിവസം അവരുടെ സാക്ഷ്യങ്ങൾ, ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങൾ പറയുമ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇത്ര ക്ലിയറായിട്ട് അവർ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. കേൾക്കുക തന്നെയല്ല, അവർ അമ്മമാരത്തെ പിടിച്ചു നിൽക്കും. അതേ പിടിച്ചെന്നത് പ്രാപിച്ചെടുക്കും. ഒരാൾക്ക് വേറൊരാളുടെ കാര്യം അത് സാധിച്ചെടുക്കുമ്പോൾ നമ്മുടെയും ഫെയ്ത്താണ് വർദ്ധിക്കുന്നത്. ഒരു ഗ്രൂപ്പ്, ഒരു ചെറിയ ഗ്രൂപ്പ് പ്രാർത്ഥിക്കും നമുക്ക് വേണം. നമ്മൾ അന്യോന്യം മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ വയ്യാത്ത എത്രയോ ഭാരങ്ങളാണ് ഈ നുണയനായ പിശാച് ദിനം പ്രതി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ ആദ്യമേ ഒന്നും ഇല്ലെന്നേ, ദൈവം നടത്തുമെന്ന് കേൾക്കുമ്പം തന്നെ ഇല്ലേ നമുക്കൊരു ബലം വരത്തില്ലേ. ഒരാൾക്ക് വലിയ പെട്ടെന്നൊരു അസുഖമാണ്, അത് ക്യാൻസറാണെന്ന് കേട്ടു, ഇല്ല ഒന്നുമില്ല, ദൈവം നടത്തും. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരുണ്ട് ഇപ്പോൾ വരിക്കെന്നും പറഞ്ഞു കയറി. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളെല്ലാവരും കൂടെ പറയില്ല ദൈവം. എന്നിട്ട് ഇപ്പോൾ എന്തൊരു സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. രോഗത്തിൻ്റെ ഒരു പരിപാടി അപ്പുറത്തോട്ട് നടക്കും, പക്ഷേ ഇപ്പുറത്ത് നമുക്ക് സമാധാനം, സന്തോഷം, തൃപ്തി. അപ്പോൾ കർത്താവ് പറയുന്നു, പാത്രം വക്കോളം അങ്ങോട്ട് നിറയ്ക്കും. വെള്ളം കോരി ഒഴിക്കാനേ ദൈവം പറഞ്ഞുള്ളൂ. നിൻ്റെ കയ്യിൽ എന്തുള്ളൂ അതുകൊണ്ട് നിറയ്ക്കുക. നീ എല്ലാം തികഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കരുത്. കർത്താവ് എന്താ ചെയ്യുന്നത്? യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞ് അവർ വക്കോളവും നിറച്ചു. ഞാനത് തന്നെയാണ് പറയുന്നത്. പകുതിക്ക് വേണേ ഒഴിക്കാമായിരുന്നല്ലോ, കാൽഭാഗം വെള്ളം ഒഴിക്കാമായിരുന്നല്ലോ, ഇത്ര വലിയ പാത്രത്തിൽ നിറച്ച് കെട്ടി ഒഴിക്കണ്ടെന്ന് നമുക്ക് ചിന്തിക്കാമായിരുന്നല്ലോ, 2 എണ്ണത്തിൽ ഒഴിച്ചാൽ മതിയായിരുന്നല്ലോ. അതല്ല, അവിടെയുള്ള ജോലിക്കാർ 6 ഞാനത് തന്നെയാണ് പറയുന്നതെന്ന്. എത്ര പ്രശ്നമുണ്ടെങ്കിലും പാത്രം കൊണ്ടുപോവാ, പാത്രം കൊണ്ടുവച്ചിട്ട് പാത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴുകിയിട്ട് അത് കൊണ്ടുവച്ചിട്ട് വെള്ളം ഒഴിച്ച് നിറയ്ക്കുക. അക്കോളം നിറച്ച് കഴിയുമ്പം പരിശുദ്ധനായ ദൈവം ഇറങ്ങി വന്ന് അപ്പച്ചൻ്റെ സാന്നിധ്യം മതി. പ്രസൻസ് ഇറ്റ്സെൽഫ് മേക്സ് ദ ഡിഫറൻസ്. യേശു അവിടെ വന്ന് നിന്നു, വെള്ളം വീഞ്ഞായി മാറുകയാണ്. നമ്മുടെ ഏത് പ്രയാസത്തിലാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് ഏത് വിഷയമാണ്? പാത്രം കഴുകിക്കൊണ്ട് മുമ്പിൽ വെക്കുക, എന്നിട്ട് കുറച്ച് നിറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ അഴുക്ക് വെള്ളം ഒഴിക്കല്ലേ. അഴുക്ക് വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ അത് വീഞ്ഞാകുമായിരുന്നോ? ഇല്ലല്ലോ, നല്ല വെള്ളം. അതാണ് വചനം കൊണ്ട് നിറയ്ക്കുക. അത്രയും ക്രിയ ചെയ്യരുത്, വക്കോളം നിറയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, വക്കോളം നിറയ്ക്കാൻ അവിടുന്ന് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അത് വിശുദ്ധിയോട്, തീഷ്ണതയോട്, നല്ല മനസ്സോട് ചെയ്യാനുള്ള കൃപ വേണം. അപ്പോൾ അവർ പറഞ്ഞതുകൊണ്ട് അത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യിപ്പിക്കല്ലേ. നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവ് നിനക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ. ഞാൻ ഓർത്താൽ ഒരു രോഗിയാണെങ്കിൽ യേശുവിനെ നോക്കുന്നത് പോലെ, ഒരു പ്രയാസമുള്ളവർക്ക് യേശു ചെന്ന് കടന്നില്ലെന്നത് പോലെ സംസാരിക്കാൻ, പ്രയാസത്തിൽ സഹായിക്കാൻ ഒരിക്കലും ക്രിസ്തു പറയുന്ന അനുസരിച്ച് സഹായിക്കാൻ. നമ്മുടെ വേർഷനല്ല യേശുവിൻ്റെ, അതനുസരിച്ച് ചെയ്യാനുള്ള കൃപ തരണം. മക്കൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവരെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ, ഏത് കഷ്ടത്തിലും കള്ളുകുടിയിലും മ്ലേച്ഛതയിലും നിഷ്ഠതയിലും നടക്കുന്നവരെ വിശുദ്ധ രക്തം ഒഴിച്ചു പ്രാർത്ഥിപ്പാൻ. പാത്രം ഡ്രീംസ് എല്ലാം ഉണങ്ങി വരണ്ടു പോയെടുത്ത് ജീവനദി, മരുഭൂമിയിൽ ഞാൻ ജീവ ഉറവ തരും. വരണ്ട ദേശത്തെ ഞാൻ നദികളെ പുറപ്പെടുവിക്കും, അവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഈ വലിയ സുനാമി, ഈ ഡാം പോലെ കെട്ടിവെച്ചിരിക്കുന്ന വെള്ളമെല്ലാം അവിടെ ഇരിപ്പുണ്ടല്ലോ, അതങ്ങോട്ട് തുറന്നു തുറന്നു വിട്ടിട്ട് അനേക മക്കൾക്ക് വെളിച്ചമായിട്ട് വെട്ടം, പ്രകാശത്തിലുള്ള നല്ല വെള്ളം, പഥ്യമായ വെള്ളം എല്ലാ ഭവനങ്ങളിലും കയറി ഇറങ്ങട്ടെ. അതിൽ വേണ്ടാത്തതെല്ലാം ഒഴുക്കിക്കള, വേണ്ടുന്നത് നിൽക്കട്ടെ. അങ്ങനെ തന്നെ അപ്പച്ചൻ ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. അതിൻ്റെ തലമുറകളുടെ മേൽ കരുണ തോന്നി നിൻ്റെ കൈ അവരുടെ തലമേൽ വെൽക്കുമ്പോൾ അവരുടെ ആത്മാവ് ജീവിക്കുകയും വരണ്ട് ഉണങ്ങിയ ഡ്രീംസുകൾ, സ്വപ്നങ്ങൾ ജീവൻ വെച്ച് വരുന്നതും, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുന്നതും, വിവാഹ ജീവിതത്തിൽ കൃപ അയക്കുന്നതും,
ഡിവോഴ്സുകൾ വലിച്ചു കയറി കളഞ്ഞ് ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരം തിരിച്ചു കൊണ്ടുവന്ന് ഏക മനസ്സാക്കി തീർക്കുന്നത് ഒക്കെ നിൻ്റെ ജോലിയാണ്. ഞങ്ങൾ മക്കോളം നിറച്ച് മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുക. അപ്പച്ചനൊന്ന് നോക്കിയാൽ മതി, ബാക്കി മുഴുവൻ ഞങ്ങൾ ചെയ്തപ്പച്ച. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കർത്താവ് നോക്കും, സംശയമില്ല. അങ്ങനെയല്ലേ യോഹന്നാൻ്റെ 2-ാം അധ്യായത്തിൽ അവിടുന്ന് അത് ചെയ്തു. അവരുടെ കുറവുകളെ, ദേശത്തെ മാനിപ്പിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജാപാത്രമായി തീരേണ്ട അവസ്ഥയിൽ അവരെ മാനിപ്പിക്കാൻ വേണ്ടി അവർ മണവാളനും മണവാട്ടി അറിഞ്ഞുപോലുമില്ല, പുറകിൽ കണ്ടുപിടിക്കാൻ ഒരു മാതാവിനെ നിർത്തിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ബലഹീനതകൾ കണ്ടറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ, വിശുദ്ധമായി പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരെ ഉണ്ടാക്കിയെടുക്കണം. കുറ്റം പറഞ്ഞ് അപലാതി പറഞ്ഞ് അവഹേളിക്കുന്നവർ വീടുകളിൽ കയറി വരാതെ ദൈവാത്മാവുള്ളവർ മാത്രം കടന്നു വരട്ടെ. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിലെ ഇല്ലായ്മകൾ, പോരായ്മകൾ വിശുദ്ധമായ നിൻ്റെ കൈ കൊണ്ടുവന്ന് നീ അത് ശുദ്ധീകരിച്ച് തന്ന് എല്ലാം നന്മയാക്കി തീർക്കുന്ന ദൈവത്തിന് നന്ദി. ഈ തോട്ടത്തിൽ നാഥനുണ്ട്. നിൻ്റെ കാലൊച്ചകൾ കേൾക്കണം നാഥ, ഞങ്ങളുടെ തലമുറകൾ അത് കേൾക്കണം. ഇടയൻ്റെ ശബ്ദം കേട്ടിട്ട് നീ പറയുന്നത് മാത്രം ചെയ്യാനായിട്ട് വേണ്ടാത്ത അവരുടെ ഹൃദയ ചിന്തകളെ, മുള്ളും പറക്കാരെയും നിരാശയുടെയും പിന്നെ കർത്താവേ അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞേച്ച് പുതിയ ഹൃദയം നട്ടുകൊടുക്കുക. പാത്രം ഞങ്ങൾ കഴുകി വെച്ച് തരുന്നു. 6 പാത്രം എന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ പറയുന്ന ഒരു 10,000 പാത്രം കൊണ്ട് വെക്കുക അപ്പച്ച, എല്ലാം അങ്ങോട്ട് ശുദ്ധീകരിച്ചു കൊടുക്കുക. എൻ്റെ പരിശുദ്ധാത്മ അത് ചെയ്യുന്നതിന് സ്തോത്രം. വെള്ളത്തെ വീഞ്ഞാക്കുന്ന ദൈവം, ജീവൻ തരുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.